മത്സ്യചൂഷണത്തിനെതിരെയും അശാസ്ത്രീയമായ മത്സ്യബന്ധനത്തിനെതിരെയും പരാതിയുമായി ചോമ്പാല മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി. മത്സ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വിഭാഗങ്ങൾക്കും പരാതി നൽകി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ചോമ്പാല കൊയിലാണ്ടി മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഹാർബർ ഏകോപന സമിതിയും ചോമ്പാല ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചോമ്പാല മത്സ്യത്തൊഴിലാളി ഏകോപന സമിതിയും സംയുക്തമായാണ് മത്സ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി സമർപ്പിച്ചത്. മത്സ്യചൂഷണത്തിനെതിരെയും അശാസ്ത്രീയമായ മത്സ്യബന്ധനത്തിനെതിരെയുമാണ് ജില്ലാ കളക്ടർക്കും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർക്കും കോസ്റ്റൽ പോലീസിനും കോസ്റ്റ് ഗാർഡിനും പരാതി നൽകിയത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ബോട്ടുകൾ ഈ ഡബിൾ നെറ്റ് അവരുടെ രാത്രികാല മത്സ്യബന്ധനവും അതുപോലെ തന്നെ ഡബിൾ നെറ്റ്, അതിനെ പെയർ ട്രോളിംഗ് എന്ന് പറയും. അത് രണ്ട് ബോട്ടുകൾ അത് അശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള മത്സ്യബന്ധനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മത്സ്യബന്ധനവും നടത്തിക്കൊണ്ടാണ് നമ്മുടെ കേരള കടത്തീരത്തിലേക്കുള്ള അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്രയും വലിയ ഒരു വറുതിക്കാലം സമ്മാനിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിപ്പോൾ ഞങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് സഹകരിക്കാൻ കണ്ണൂർ ജില്ലക്കാരും തയ്യാറായിട്ടുണ്ട്. പിന്നെ മലപ്പുറത്തുള്ള ആളുകളും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഞങ്ങളുടെ സംഘടനയോടുകൂടി സഹകരിച്ചു പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇതിലോട്ടേക്ക് ചെലുത്തണം. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും അനിശ്ചിതാവസ്ഥയിലാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. മണ്ണെണ്ണയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി ഒഴിവാക്കിയതും മത്സ്യലഭ്യത കുറഞ്ഞതും ചിലവ് വർദ്ധിച്ചതും തീരദേശത്തെ കൂടുതൽ വറുതിയിലാക്കിയിരിക്കുകയാണെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു. മത്സ്യയാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചതും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരുന്ന ഭവന പദ്ധതികളെല്ലാം നിർത്തലാക്കിയതും സമ്പാദ്യ സമാശ്വാസ പദ്ധതിയും തണൽ പദ്ധതിയും സമയബന്ധിതമായി ലഭിക്കുന്നില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.